Hi everyone, this is Sheetal Shabu and welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വയനാടാണുള്ളത്. വയനാട്ടിലെ സോസ്റ്റൽ പ്ലസ് വയനാട്ടിൽ ഇത് ചേമ്പ്ര പീക്കിൻ്റെ തൊട്ടടുത്തുള്ള കേട്ടോ. എന്ന് വെച്ചാൽ ചേമ്പ്ര പീക്കിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ട്രക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ 88 പേർക്കാണ് ട്രെക്കിങ്ങിന് പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം. അതാണ് അലൊക്കേറ്റഡ് നമ്പർ. അപ്പോൾ 44 പേരുടെ ബുക്കിംഗ് ഓൾറെഡി എക്കോ ടൂറിസം ഓൺലൈനിൽ എക്കോ ടൂറിസം സൈറ്റിൽ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഏർലി മോർണിംഗ് ഒരു 5:30 ഇവിടെ തൊട്ടടുത്താണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ഹോസ്റ്റലിൽ നിന്നൊരു 300 മീറ്റർ താഴെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതി കൊടുത്ത് ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇനി 7 മണിക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടോക്കൺ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു, ഈ സൺറൈസൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഇനി ഒരു 6:45 നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് തന്നെ വീണ്ടും പോകും. എന്നിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. പെർ പേഴ്സൺ 800 രൂപയാണ്. എന്നിട്ട് ഇനി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഒരാൾക്ക് 800 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പേയ്മെൻറ്റൊക്കെ നടത്തി അവർ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ തരും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് കണ്ടുമുട്ടി ഒരു 4-5 പേര് എക്സ്ട്രാ അവരുടെ കൂടെ നമ്മൾ പോയിരുന്നു ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ 7 പേർക്കായിട്ട് അവരൊരു 3 ബോട്ടിൽ തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല കേട്ടോ. സ്നാക്സ് എടുത്താലൊക്കെ തുറന്ന് ചെക്ക് ചെയ്യും, ഒന്നും അകത്തേക്ക് വിടില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ബോട്ടിലും പിന്നെ ഇതുപോലത്തെ റീയൂസബിളിലേക്ക് നമ്മൾ ത്രോബിൾ പ്ലാസ്റ്റിക് ഒന്നും പറ്റില്ല. നല്ല ബോട്ടിലാണെങ്കിൽ കൊടുത്തുവിടും. അപ്പോൾ ഇവിടെയായിരുന്നു ചെക്ക് പോയിൻറ്റ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് നമുക്ക് കാറിൽ വരാം കേട്ടോ. അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ചെക്ക് പോയിൻറ്റും, അവിടെ നിന്നാണ് ട്രെക്കിംഗ് തുടങ്ങുക. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. എന്താ വ്യൂ, അടിപൊളി വ്യൂ കേട്ടോ അവിടെ. ചേമ്പ്ര ട്രെക്കിങ് എങ്ങനെയാണെന്നോ അതിൻ്റെ ഒരു ഭംഗി എന്താണെന്നോ അവിടെ ചെല്ലുമ്പോൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മൾ വന്ന സ്ഥലം ചേമ്പ്ര ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്താണ് ഓക്കെ നമുക്ക് എന്തായാലും പോവാന്ന്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. മറ്റേ ഫസ്റ്റ് ചെക്ക് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റിലേക്കും കുറച്ച് നടക്കാനുണ്ട്. ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ. ഗാർഡൊക്കെ ഇവിടെ ഉണ്ട്. ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചേമ്പ്ര ട്രക്ക് തുടങ്ങുകയായി. നല്ല സ്റ്റീപ്പാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ട്രക്കിംഗ് പോളൊന്നും എടുത്തില്ല, കാരണം നമ്മൾ ട്രക്ക് പോകുമ്പോൾ നമുക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 കിലോമീറ്ററോളെന്നാണ് പറഞ്ഞേ. അപ്പം കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. പക്ഷെ നല്ല വഴിയാട്ടോ. നല്ല ഭയങ്കര തണുപ്പ്. ഫുൾ കാടിൻ്റെ ഉള്ളിലാണ്. ചുറ്റും കാടാണ്, 2 സൈഡും കാടാ. അതായത് വുഡ്സിൻ്റെ ഉള്ളിലോട്ടുള്ള പോലത്തെ ഒരു റൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ള് ചുറ്റും പുല്ലുകളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പുറത്ത് നാടൊക്കെ കാണട്ടെ. സിറ്റി ഓർ വില്ലേജ്. ഭയങ്കര എക്സ്പ്ലസിറ്റ് വ്യൂ ആണ് ഇവിടെ. നല്ല സ്റ്റീപ്പൊക്കെ ആയിട്ട് അതന്നെ ഒന്ന് ഇരിക്കാന്ന് ചോദിച്ചു. ഞാൻ ഇരിക്കണ്ടെന്ന് ചോദിച്ചേ, പക്ഷെ കല്ലുണ്ട് പറയാണ്ടിരുന്ന്. സൺ നമ്മുടെ തലയ്ക്ക് മേലെയുണ്ട്. അതായത് മുകളിലേക്ക് നോക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് നമ്മൾ സൺഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി. ഭാഗത്ത് നമ്മൾ എടുത്തിരുന്നു സൺഗ്ലാസ്. പിന്നെ ആരും സ്വെറ്റർ ഒന്നും ഇട്ടിട്ട് വരരുത് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തണുപ്പുണ്ടാവും, പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോഴേക്കും ആ തണുപ്പൊക്കെ പോകും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. ഇപ്പം ട്രക്കിങ്ങിന് ഉണ്ടായിരുന്ന ഒരു ബീഹാർ എന്നുള്ളവരാ ഇവിടെ കോഴിക്കോട് NIT വർക്ക് ചെയ്യുന്നത്. ഇവിടെ 7 മണി മുതൽ 12 മണി വരെ ആണ് ഉള്ളത്. ടീമൊക്കെ ഇറങ്ങിയാൽ ഞങ്ങൾ ഇറങ്ങി വാച്ച് ടവറിലിരിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 5 മണിയാകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകും.
എത്ര നാളെ ഇവിടെ ഇവിടെ എത്ര നാളെ? ഇവിടെ 8-10 വർഷമായി കാണും. ഏറ്റവും നല്ല സീസൺ എപ്പോഴാ ചേമ്പ്ര വരെ? ഇത് തന്നെ സീസൺ ഡിസംബർ വരെ. ജനുവരി പകുതി കഴിഞ്ഞാൽ ഫയർ സീസണായി. ഓ, ഫയറിനോട് അടച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. ഫയർ ഒരു പ്രാവശ്യം ടൂറിസ്റ്റ് ഇറങ്ങി കത്തിയിരുന്നു 2017, പിന്നെ കുറച്ച് കൊല്ലം അടച്ച്. കഴിഞ്ഞ വർഷം മേലത്തെ വർഷം പിന്നെ അടച്ചിട്ടില്ല. മുന്നോട്ട് പിന്നെ ആ മുകളിലോട്ട് കയറ്റിവിടില്ലെന്ന് കേട്ടോ. അവിടെ എന്താ അത് കൊറേ അടച്ചിട്ട്. അവിടെ എന്താ പുല്ല് അങ്ങനെയൊക്കെ ഉണ്ട്? അല്ല, അവിടെ എന്താണ് സസ്യങ്ങളും അപൂർവ പക്ഷികളൊക്കെ ഉണ്ടായിട്ട് കൊറേ അടച്ചിട്ടില്ല. ആർക്കും പോകാൻ പറ്റില്ല. ഇല്ലല്ല, ആരും വിടില്ല. ചെറിയൊരു പൈപ്പ് ഇട്ടേക്കണം. വാട്ടർ ഫില്ല് ചെയ്യാൻ നല്ല തണുത്ത വെള്ളമാണ്. മലയുടെ മുകളിൽ നിന്ന് വന്നതാണ് ആയിരിക്കില്ലേ? ചില്ല് വാട്ടർ. അവിടെ ഓരോ കയറ്റങ്ങളിലും ഓരോ ഗാർഡുകളുണ്ട്. ഇതേപോലെ നമ്മൾ താഴ്ത്തേണ്ട ചേട്ടൻ്റെ പോലെ വേറെ പല രണ്ടുമൂന്ന് ഗാർഡുകളുണ്ട്. അവർ നമ്മൾ ഗൈഡ് ചെയ്യും. വെള്ളം വരില്ല ഗൈഡ് നമ്മുടെ, പക്ഷെ അവര് വല്ല പോയിന്റിൽ നിന്നും പറഞ്ഞു തരും. അതിന്റെ ആവശ്യമുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. ഒരു വഴിയുള്ളൂ, വഴി തെറ്റിപ്പോഴൊന്നുമില്ല ഇവിടെ. അതെ, എനിക്ക് കൂടുതലും കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കാൻ ഇങ്ങനത്തെ ഈ ട്രാക്ക് പാൻസും സീലെസ് ആണ് ട്രക്കിങ്ങിന് ഞാൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യാറ്. ഗോപന്റെ എല്ലാ ട്രക്കിംഗ് വീഡിയോ നോക്കിയാലും ഇപ്പൊ നമ്മൾ സ്കന്ദഗിരി പോയപ്പോഴായാലും ഇതാണെങ്കിലും ഇതാണ് ഗോപുവിന്റെ ട്രക്കിങ്ങിന്റെ യൂണിഫോം. യൂണിഫോമായി മാറിയ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് ട്രക്കിന് പോകാം. പിന്നെ ഷൂസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസും ലൈക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ്, നമുക്ക് ചാടി ഇറങ്ങാനും കയറാനും ഒക്കെ. കാരണം കുറച്ചൊരു ഗ്രിപ്പിന്റെ ഇഷ്യൂ ഉണ്ടാവുക. കാരണം ഇതൊക്കെ മഡാണല്ലോ, ഇവിടെയൊക്കെ ഒന്നും കല്ലും മഡൊക്കെ ആണല്ലോ. മഴ കുറച്ച് മുന്നൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നനഞ്ഞു കിടക്കുമ്പോൾ ഗ്രിപ്പാവും. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവിയല്ല, വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട് കുറച്ചായിട്ട്. അപ്പൊ അവിടെയൊക്കെ ചെളി. നമ്മൾ ഇത്രയും കയറുമ്പോൾ ഇങ്ങനെ ഒരു ലേക്ക് കാണും. ഇതിൻ്റെ അടുത്തേക്കാണ് ചേട്ടൻ പറഞ്ഞു നമ്മൾ ഒരുപാട് അടുത്തേക്ക് പോരുന്നത്. ഇഴജന്തുക്കളൊക്കെ ഒരുപാട് ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്നു. ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലേക്ക് കൂടുതൽ നിറയാ ലേക്ക് മഴക്കാലത്താ. നല്ല തേനീച്ച കൂടിട്ടാ. കെയർഫുള്ളായില്ലെങ്കിൽ പണി പാളും. പോയാലോ? നമ്മളെത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പുള്ള ലേക്ക്. ഇതാണ് ഇവിടുത്തെ വ്യൂ. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഹാർട്ട് ഷേപ്പ്. സൈഡിൽ നിന്ന് നോക്കിയാൽ എക്സാക്റ്റ് ഹാർട്ടല്ല, പക്ഷെ ഞാനൊക്കെ വരയ്ക്കുമ്പോഴൊരു ഹാർട്ടിൻ്റെ ഷേപ്പ്. അവിടേക്കൊക്കെ നമുക്ക് പോവാം. ഇത് വ്യൂ, നമ്മുടെ സിറ്റി വ്യൂ കാണാൻ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മളങ്ങോട്ട് പോവാണ്. പിന്നെ ടൈമിംഗ് പറയുകയാണെങ്കിലേ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ 7 മണിക്ക് ചെന്ന്, കറക്റ്റ് 7 മണിക്ക് ചെന്ന് നമ്മൾ പേയ്മെൻറ്റും വെള്ളമൊക്കെ വാങ്ങിച്ച് കാറൊക്കെ എടുത്ത് പാർക്കിങ്ങിൽ പോയല്ലോ. അവിടെ നിന്ന് ട്രക്കിംഗ് പോയിന്റിൽ നിന്ന് ട്രക്ക് കറക്റ്റ് 8 മണിക്കാണ് തുടങ്ങിയ കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റിൽ നിന്ന് ഇപ്പോൾ കറക്റ്റ് 10 മണി, എക്സാക്ട് 10 മണിക്ക് 2 മണിക്കൂർ എടുത്ത് നമുക്ക് മുകളിലത്തെ. കമ്പാരിറ്റീവ്ലി അത് ഈസിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊക്കെ വരുമ്പോൾ അത് ഇപ്പോൾ ഒട്ടും നമുക്ക് എക്സോസ്റ്റഡ് ഫീൽ ഒന്നുമില്ല. നമ്മൾ റിലാക്സ്ഡ് ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പോയിരിക്കാം. നമുക്ക് ഇത് മൊത്തമാണ് വയനാട്. മലകളുടെ നടുക്കുള്ള വയനാട്. അവിടെ ഇരിക്കാം. നല്ല കാറ്റ്, നല്ല വൈബ്. ഒരു ലെവക്കിൽ താഴേക്ക് വന്നു കേട്ടോ. ഇതത്ര ക്ലിയർ വാട്ടർ അല്ല, കുറച്ച് ചെളിയൊക്കെ ഉള്ള ഒരു ഇതാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളം ഇവിടുന്ന്
വെള്ളം കൂടി കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്, ലേക്കും എല്ലാം കൂടെ. കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ തിരിച്ചു പോവാം. സങ്കടം ഉണ്ട് കേട്ടോ. ഈ വഴി അങ്ങനെ തിരിച്ചു കയറാം. ഹലോ, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാർ എവിടെ പാർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് 11 മണിക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട് 11:30 ആയപ്പോഴേക്കും നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റത്തെ ചേച്ചിമാരുടെ അടുത്തുള്ള ചെക്കിംഗ് പോയിന്റില്ല, അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് കുപ്പിയൊക്കെ അവിടെ തിരിച്ചു കൊടുക്കണമായിരുന്നു, അവർ തന്ന സ്റ്റീലിൻ്റെ കുപ്പി. പിന്നെ അവിടെ നിന്ന് പതുക്കെ വന്നു, ഒരു വെള്ളം സംഭാരമൊക്കെ കുടിച്ച് ഇപ്പോൾ കാറെടുത്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം. ഓക്കെ, ഈ വ്ളോഗ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യട്ടെ, നമ്മുടെ ചേമ്പ്ര വ്ളോഗിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ചേമ്പ്ര ട്രക്കിങ്ങിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ ഈ വ്ളോഗിലുണ്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്ലീസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വയനാട് വരാൻ ചാൻസ് ഉള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ഞാനും ക്യാമറമാൻ ഗോപനും. ഓക്കെ, ബൈ.